السلام عليكم ورحمة الله وبركاته. الحمد لله الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على سيدنا ومولانا محمد النبي الممجد وعلى آله وصحبه الموفين البعد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. صدق الله العلي العظيم. يا أكرم الكرماء على أعتابكم عمر الفقير المرتجي لجنابكم يرجو اللطاء على البكاء ببابكم والدمع من عينيه سال سجيما. صلوا عليه وسلموا تسليما. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇഅ്തികാഫിനെ നിയ്യത്ത് ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധമായ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനത്തിൽ ഒരുമിച്ചതുപോലെ അള്ളാഹു നമ്മെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ, നാം ചെയ്തു പോയ ദോഷങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ട് വിട്ടുപുറത്തും മാപ്പാക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയും വേണ്ടപ്പെട്ടവരുടെയൊക്കെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരട്ടെ. നമ്മുടെ ഈമാൻ അള്ളാഹു സലാമത്താക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബീഉൽ അവ്വൽ മാസത്തിലായതുകൊണ്ട് ലോക മുസ്ലിം ജനകോടികൾ, വിശ്വാസികൾ പ്രവാചക പ്രകീർത്തനങ്ങളെ കൊണ്ട് പ്രവാചകന്റെ ചരിത്രങ്ങളും ജീവിത സന്ദേശങ്ങളുമൊക്കെ തലമുറകൾക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യത്വം മരവിച്ചുപോയ ധാർമ്മികതയും സത്യസന്ധതയും അന്യമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിജയത്തിനും ധാർമ്മികതക്കും സാംസ്കാരിക അടിത്തറക്കും നമുക്ക് മാതൃകയാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകൾ മാത്രമാണ്. നിരന്തരം കുറ്റകൃത്യങ്ങളൊക്കെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും പല പാശ്ചാത്യ രാജ്യങ്ങളടക്കം ഇസ്ലാമിക ശിക്ഷാ നിയമ നടപടികളെ കുറിച്ച് വാഴ്ത്തുകയും പുകഴ്ത്താറുമുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസിദ്ധമായ ഒരു വാക്ക്, എൻ്റെ മകൾ ഫാത്തിമ കെട്ടാലും അവളെ കൈ ഞാൻ മുറിക്കുമെന്ന പ്രഖ്യാപനം. ഈ ഒരു സത്യസന്ധമായ നബി തങ്ങളുടെ തീരുമാനങ്ങളും അവിടുത്തെ ചര്യകളുമാണ് ലോകത്ത് ഒന്നിനും കൊള്ളാത്ത സമുദായത്തെ ലോകത്തിന് ഏറ്റവും മാതൃക തുല്യരായി അള്ളാഹുവിൻ്റെ പ്രവാചകർ മാറ്റിയെടുത്തത്. അറേബ്യൻ മരുഭൂമിയിലെ സൈകത ഭൂമിയിലെ മണൽത്തരികളെ പോലെ പരസ്പരം ബന്ധമില്ലാതെ വിഘടിച്ചു കഴിഞ്ഞിരുന്നവരെ അള്ളാഹുവിൻ്റെ നിബിധങ്ങൾ ഒറ്റ കോലയിൽ, ഒറ്റ മാലയിൽ, ഒരു ചരടിൽ ചേർത്ത ഒരു കോമ്പലയാക്കി മാറ്റിയെടുക്കുകയും ഓരോ സഹോദരങ്ങളെ പോലെ അള്ളാഹുവിൻ്റെ പ്രവാചകർ മാറ്റിയെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്ത് നിലക്ക് നോക്കിയാലും ഇന്ന് നിബിധങ്ങളെ സുന്നത്തുകൾക്ക് വലിയ പ്രാധാന്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനാദ്യം വേണ്ടത് നിബിധങ്ങളോടുള്ള മഹബത്ത് ഹൃദയത്തിൽ ഉണ്ടാകലാണ്. ഇത് റബീഉൽ അവ്വൽ മാസമാണ്. ഈ സമയത്തെങ്കിലും നബിതങ്ങളെ പറ്റി കൂടുതൽ കേൾക്കാനും കൂടുതൽ പഠിക്കാനും നമുക്ക് സമയം കണ്ടെത്താൻ കഴിയണം. കാരണം മഹബത്താണ് അടിസ്ഥാനം, ഹുബ്ബാണ് നമ്മുടെ അടിസ്ഥാനം. ഹുബ്ബും മഹബത്തും ഇല്ലാതെ കുറെ കർമ്മങ്ങളുടെ ആധിക്യം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു മനുഷ്യൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുന്നുണ്ട്, പക്ഷെ മനസ്സിൽ അള്ളാഹുവിനോടും റസൂലിനോടും ഒരു വൈകാരികതയില്ല. അതുകൊണ്ട് കാര്യമില്ല. ഒരു വൈകാരിക തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു റസൂൽ എന്ന് പറയുമ്പോഴേക്ക് ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു തരിപ്പുണ്ടാകണം എന്നർത്ഥം. അത് ഖുർആൻ പറയുന്നുണ്ട്,
ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹ് എന്ന് കേൾക്കുമ്പോഴേക്ക് ഹൃദയം ഇങ്ങനെ പെടക്കണം. അവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ. ഖുർആൻ പറയുകയാ, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്കുള്ള സ്വഭാവം എന്താ? ഇദാ ദുകിറല്ലാഹ്, അല്ലാഹ് എന്ന് കേൾക്കുമ്പോഴേക്ക്, അത് പറയപ്പെടുമ്പോഴേക്ക്, വജിലത് ഖുലൂബുഹും, ഹൃദയം ഇങ്ങനെ പെടക്കണം, ഹൃദയം തപിക്കണം. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോഴേക്ക് സാദത്തുഹും ഈമാനാ, ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു കൂടി വരണം. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, എന്നിട്ട് റബ്ബിൽ തവക്കുലാക്കണം. വേറെ നഷ്ടപരാജയങ്ങളും നഷ്ടകഷ്ടങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കരുത്. അപ്പൊ മുഅ്മിനീങ്ങൾക്ക് വേണ്ടത് ഈ വൈകാരിക തലത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അല്ലാഹ് എന്ന് പറയുമ്പോഴേക്ക് മനസ്സിൽ ഒരു വൈകാരികത വരണം. അത് നമുക്കുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. അള്ളാഹു എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ മുത്തനബി എന്ന് കേൾക്കുമ്പോഴേക്ക് മനസ്സിൽ, ഒരു ഹൃദയത്തിൽ ഒരു വൈകാരികത ഉണ്ടോ? നമ്മളെ ഉമ്മയും വാപ്പയൊക്കെ ചെറുപ്പത്തിൽ അനുഭവിച്ച വേദനകളെ പറ്റി നമ്മളിങ്ങനെ അനുസ്മരിക്കുമ്പോൾ നമ്മളെ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം വരും. നമ്മളെ ഉമ്മ പട്ടിണി കടന്നതും, ഉമ്മ അയൽപ്പക്കത്തെ വീട്ടിൽ ചെന്ന് അവിടുത്തെ പാത്രം കഴുകി കൊടുത്ത് അങ്ങനെയാണ് നമ്മളെ വളർത്തിയത് എന്നൊക്കെ പറയുമ്പോൾ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം വരും ചില ആൾക്കാർക്ക്. എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളൊക്കെ വളർത്തിയത്. ചെറുപ്പത്തിലൊക്കെ ആരാന്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ എല്ലാ കീറ കഷ്ണങ്ങളും തുണിയും ഒക്കെ കഴുകി വൃത്തിയാക്കി അങ്ങനെയൊക്കെയാണ് എൻ്റെ അമ്മ വളർന്നെന്ന് പറയുമ്പോൾ കണ്ണിങ്ങനെ നിറയും. അല്ലെങ്കിൽ ചില വാപ്പാനെ പറ്റി പറയുമ്പോൾ കണ്ണ് നിറയും. എൻ്റെ വാപ്പൊക്കെ ചെറുപ്പത്തിൽ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറെ തലയിൽ വലിയ ഭാരമുള്ള ചുവട് ചുമന്നിട്ടൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ ഞങ്ങളെ വളർത്തിയത്. അന്ന് എൻ്റെ വാപ്പാക്ക് ഒരുപാട് അടിയും കുത്തൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്ക് കണ്ണിന്ന് വെള്ളം വരും. എന്നാൽ മുത്തു നബിതങ്ങളെ ത്വായിഫിന്റെ മണ്ണിലൂടെ ആട്ടി ഓടിച്ചതും കല്ലെറിഞ്ഞതും, നബിതങ്ങളെ കാല് പൊട്ടിയതും പല്ല് പോയതും, നബിതങ്ങളെ ശരീരത്തിൽ നിന്ന് ചോരൊലിച്ചതും വീണതും, അത് പറയുമ്പോൾ ഒരു നിർവികാരത്തോടു കൂടെ പറയാം. അപ്പൊ ഒരു വികാരങ്ങളൊന്നും നമുക്കില്ല. അതിൽ ചരിത്രം പറയണ പോലെ ഇങ്ങനെ പറഞ്ഞു പോവാണ്. അവനാന്റെ ഉമ്മാക്കും ബാപ്പാക്കും ചെറുപ്പത്തിൽ അടി കിട്ടിയത് പറയുമ്പോൾ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരും ചെയ്യാം. അപ്പൊ എന്താ, നമ്മൾ വൈകാരിക തലത്തിലേക്ക് നമ്മുടെ ഹുബ്ബ് മാറിയിട്ടില്ല. നമ്മൾ ഇസ്ലാമിനെ ഒരു സൈദ്ധാന്തികമായി മാത്രം നമ്മൾ ഉൾക്കൊള്ളുകയാണ്. മഹബത്താണ് പ്രധാനം. നബിതങ്ങളെ പറ്റി പറയുമ്പോഴേക്ക് കണ്ണ് നിറയണം. അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ കുറെ താടിയും കുറെ തൊപ്പിയും ഒരു കാര്യം അതുകൊണ്ടില്ല. മഹബത്താണ് പ്രധാനം. കുറെ നിസ്കാരം വിവാദത്തുകളൊക്കെ ഒരുപാടുണ്ട്, മഹബത്തില്ല. അതെന്ത് കാര്യ? നമുക്കത് മനസ്സിലാക്കാൻ ഒരു എളുപ്പമാണ്. അതിന്റെ ചെറിയ ഉദാഹരണം പറയാം. എത്രയോ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും, ചാടിപ്പോവും. ഏതെങ്കിലും കുടിയന്റെ കൂടെ ഏതെങ്കിലും ലോക്കൽ ആളെ കൂടെ ചാടിപ്പോവും. ഓള് ചിലപ്പോൾ ഡോക്ടർ ആകും, ചിലപ്പോൾ അഡ്വക്കറ്റ് ആകും, ചിലപ്പോൾ എഞ്ചിനീയർ ആകും, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാവും. കല്യാണം അന്വേഷിച്ചപ്പോൾ വലിയ ഡിമാൻഡായിരുന്നു. അവളെ കെട്ടിച്ചു കൊടുക്കണമെങ്കിൽ ക്വാളിഫൈഡ് ആയിരിക്കണം, അഡ്വക്കറ്റ് ആവണം, എഞ്ചിനീയർ ആകണം, MBA വേണം, അല്ലെങ്കിൽ പിന്നെ CA കാരനാകണം. പക്ഷെ ചാടിപ്പോകാൻ ഒരു ക്വാളിഫിക്കേഷനും വേണ്ട. ഏതെങ്കിലും മീൻ മണക്കണ മീൻകാരന്റെ കൂടെ, തെങ്ങ് കയറണ തീയന്റെ കൂടെ, അല്ലെങ്കിൽ കിണർ നന്നാക്കണ പണിക്കാരന്റെ കൂടെ. എന്താ കാരണം? അപ്പൊ ഈ MBBS-ഉം ഈ ഡോക്ടറേറ്റ് ഒന്നും വേണ്ടേ? അതിന് വേണ്ട. കാരണം സ്നേഹം രൂഢമൂലമാക്കാൻ അതല്ല വേണ്ടത്. സംസാരിക്കാൻ കഴിയണം, ഹബ്ബ് കൊടുക്കാൻ കഴിയണം, സ്നേഹിക്കാൻ കഴിയണം. ഇവന് കുറെ MBBS-ന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് MD എടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുകൊണ്ടെന്താ അവനക്ക് കുറെ ബാങ്കിൽ ആസ്തി ഉണ്ട്. ഒന്ന് അവളോടൊന്ന് വർത്തമാനം പറയുന്നു, റൊമാൻറ്റിക് ആയിട്ട് ഒന്ന് ലവ് ചെയ്യാനും സമയമല്ല. പിന്നെന്താ അവൾക്ക് അവന്റെ കൂടെ? അതുകൊണ്ട് ഡോക്ടർമാരെ പെണ്ണുങ്ങൾ ഏതെങ്കിലും തെങ്ങുകയറ്റക്കാരന്റെ കൂടി ഓട്ടോറിക്ഷക്കാരന്റെ കൂടി ഓടിപ്പോണത് നല്ല കാര്യമാണ്. നല്ല കാര്യം. ഓടിപ്പോണതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ആ മനസ്ഥിതി എന്ത് വേണ്ടത് സ്നേഹമാണെന്നർത്ഥം. സ്നേഹം കിട്ടണം. അപ്പോ ആണുങ്ങൾ പറയും, ഞാൻ ഉസ്താദെ 2 നില വീടുണ്ടാക്കി കൊടുത്തു അവൾക്ക് ഞാൻ ഒരു കാറ് വാങ്ങി അവളെ പേര് കാർ കൊടുത്തു. മാസം ഞാൻ അവൾക്ക് 50,000 ഉറുപ്പിക അക്കൗണ്ട് കിട്ടുകൊടുക്കുന്നുണ്ട്. അവൾക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്ന ശേഷം 10-20 പവൻ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. അവൾക്ക് എവിടെ പോവാണെങ്കിൽ വണ്ടി ഉണ്ട്, നല്ല വീട് ഒക്കെ ഉണ്ടായിട്ട് ഓടുന്ന ചതിക്കും. അവൾക്ക് വേണ്ടത് 2 നിലയുള്ള വീടോ അല്ലെങ്കിൽ ആ കാറോ നിന്റെ അക്കൗണ്ടിലേക്കുള്ള പൈസ ഒന്നും അല്ല. കൊടുക്കേണ്ടത് സ്നേഹമാണ്, ഇഷ്ടമാണ്, പ്രണയമാണ്, അനുരാഗമാണ്, അവൈലബിലിറ്റി ആണ്, നിന്റെ എബിലിറ്റി അല്ല. ഏബിൾ ആണെന്നല്ല നോക്കേണ്ടത്, അവൈലബിൾ ആണോ എന്നുള്ളതാണ്. മനുഷ്യന് വേണ്ടത് സ്നേഹമാണ്. കാരണം ചില കുട്ടികൾ ചാടി പോകുമ്പോൾ ഉമ്മാര് കോടതി വന്ന് സാറ് മുമ്പിൽ പറയും, സാറേ എൻ്റെ കുട്ടീനെ ഞാൻ എങ്ങനെ വളർത്തിയതെന്നറിയോ? പക്ഷെ കുട്ടിക്കതറിയില്ല ഉമ്മാക്ക് സ്നേഹം ഉണ്ടായിരുന്നു. സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് പണമല്ല, കുറെ പൈസ കൊടുക്കലല്ല, ഭാര്യമാർക്ക് വീടുണ്ടാക്കി കൊടുക്കലോ വസ്ത്രം കൊടുക്കലോ ഒന്നുമല്ല. അതൊക്കെ ചില ഭർത്താക്കന്മാർ ചെയ്യും. പക്ഷേ അവളെ കൂടെ സമയം കൊടുക്കൂല. അതേതെങ്കിലും ഓട്ടോറിക്ഷക്കാരൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ പോയാൽ അവളോട് പറയും, നിനക്ക് ഏത് ഡ്രസ്സാണ് വേണ്ടത് ഞാൻ തിരഞ്ഞെടുത്ത് തരാം. എന്നിട്ട് എക്സസൈസിന് സമയം ചെലവഴിക്കും.
ഇതെനിക്ക് ഉഷാറാണെന്ന് പറയുമ്പോൾ ഓൾക്ക് ഇങ്ങനെ മാനസികമായിട്ട് അടുപ്പം വരും. ഭർത്താവ് ഇജാണ്ട് പോയിക്കോ, എനിക്ക് വേറെ പണിയുണ്ട്, പോയിക്കോ എന്ന് പറഞ്ഞ് പൈസ കൊടുത്തിട്ട് ഡ്രസ്സ് എടുക്കാതെ പറഞ്ഞേക്കും, ഒപ്പം പോവില്ല. ഇവൻ പോവാണെങ്കിൽ കുട്ടിനെ കൈ കുട്ടി ഞാൻ പിടിച്ചോളതാത്ത്, നിങ്ങൾക്ക് ഈ പച്ച ഡ്രസ്സ് എന്താ ചേരും, ഇതൊക്കെ പറയുമ്പോഴേക്ക് അവളെ മനസ്സ് ഇങ്ങനെ അങ്ങനെ അള്ളാഹുതആല പെണ്ണിനെ പഠിച്ചത്. ഇത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞതാണ്. അതായത് സ്നേഹമാണ് വലുത്, സ്നേഹവും പ്രണവും ഹുബ്ബുമാണ് വലുത്, കുറെ കൊടുക്കലല്ല. അങ്ങനെ തന്നെയാണ് അള്ളാഹു റസൂലിനും. അള്ളാഹ് റസൂൽ എന്ന് പറയുമ്പോഴേക്ക് ഒരു വൈകാരിക തരത്തിലേക്ക് ഹുബ്ബ് മനസ്സിലില്ല. നമ്മ ഭയങ്കര നിസ്കാരക്കാരനാണ്, എല്ലാ തിങ്കളും വ്യാഴ്ച നോമ്പാണ്, താടിയും കെട്ട് മുട്ടുംകാല് വരെ ഉണ്ട്, ജുബ്ബം കെട്ട് നീണ്ടു പോയിട്ടുണ്ട്, വെള്ളമല്ലാതെ എടുക്കൂല, കുപ്പായത്തിൽ ഫുള്ള് അത്തറിന്റെ കാലാണ്, സുന്നത്താണല്ലോ, എപ്പോഴും മിസ്വാക്കാണ്. പക്ഷെ അള്ളാഹ് റസൂൽ എന്ന് പറയുമ്പോൾ വൈകാരികതല്ല. ഇവര് സ്വർഗത്തിലേക്ക് എത്തണം, ഇബാദത്തിന്റെ കോട്ടക്കണക്കിന് റബ്ബിലേക്ക് അയക്കണം, എന്നിട്ട് ഇബാദത്ത് കൊണ്ട് സ്വർഗത്തിലെത്തണം. ഹുബ്ബ് ഉള്ളിക്ക് ചേർന്നിട്ടില്ല. അതും ഞാൻ നേരത്തെ പറഞ്ഞ ചാടിപ്പോയ പെണ്ണും സെയിമാണ്. ഹുബ്ബില്ലാതെ, പ്രണയമില്ലാതെ, അള്ളാഹുവിനോട് വൈകാരിക ബന്ധമില്ലാതെ, നബിതങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഹൃദയത്തിന്റെ ബന്ധമില്ലാതെ, ആരാധനകളുടെ ആധിക്യം കൊണ്ട് ഒരിക്കലും റബ്ബിനെ കിട്ടുകയില്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. അത് പഠിപ്പിച്ചത് നബിയുനാ റസൂലുള്ളാഹി. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരാൾ മുഅ്മിനാകൂല ഏതുവരെ ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസ് അജ്മഈൻ, അവന്റെ അമ്മാനേക്കാളും ബാപ്പാനേക്കാളും മക്കളെക്കാളും മറ്റാരേക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാനാകുമ്പോഴേ ഈമാൻ തന്നെ ഉണ്ടാവുള്ളൂ. അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, മുഹമ്മദ് നബിയും അള്ളാഹും അവർക്ക് മറ്റെല്ലാരേക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കണം. ഇവിടെയാണ് വിഷയം. അപ്പൊ ഒരുപാട് ഒരു പെണ്ണിന് ഡ്രസ്സ് എടുത്തു കൊടുക്കലോ, കുറെ പണ്ട് വാങ്ങി കൊടുക്കലോ, ഓൾക്ക് നല്ല 2 നിലയുള്ള വലിയ കൊട്ടാരം ഉണ്ടാക്കി കൊടുക്കലോ അല്ല ഒരു പെണ്ണ് ഇങ്ങോട്ട് വരാനുള്ള ഏറ്റവും വലിയ മാനദണ്ഡം. സ്നേഹം കൊടുക്കണം, സമാധാനിപ്പിക്കാൻ കഴിയണം, സാന്ത്വനം കൊടുക്കണം. ഇതുപോലെ തന്നെയാണ് അള്ളാഹുവിനും മുത്തുനബിതങ്ങൾക്കും വേണ്ട നമ്മുടെ ഹൃദയമാണ്. ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കണം. നമ്മൾ ഈ അമരക്ക് എടുക്കണേ നമുക്ക് സ്വർഗത്ത് കിടക്കാനല്ല. അവിടെ അള്ളാഹുമായിട്ട് എന്ത് സ്നേഹമുള്ളത്, നബിതങ്ങളായിട്ട് എന്ത് സ്നേഹമുള്ളത്? നീ ഹെൽമെറ്റ് ധരിക്കും, സീറ്റ് ബെൽറ്റ് ഇടും, അത് ഇവിടുത്തെ നിയമം പേടിച്ചിട്ടാ, അല്ലെങ്കിൽ എനിക്ക് ഫൈന് വരും. ഇത് സ്നേഹമല്ല, അത് സ്നേഹമല്ല. പോലീസ് പറഞ്ഞു ഇവിടെ 9 മണിക്ക് ശേഷം ആരും കൂടാൻ പാടില്ല, അറസ്റ്റ് ചെയ്യും. അപ്പൊ എല്ലാവരും നിയമം പാലിക്കും. അത് പോലീസിനോട് സ്നേഹമല്ല, അവനെ പൈസ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതൊക്കെ പേടിച്ചിട്ടാണ്. ഇതല്ല അള്ളാഹു ആഗ്രഹിക്കുന്നത്. നരകത്ത് കിടക്കല്ലോ എന്ന് പേടിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങളല്ല അള്ളാഹുവിന് വേണ്ടത്. എനിക്ക് സ്വർഗത്തിൽ കിടന്ന് ആർമാദിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള അമരുമല്ല പടച്ചോ നോക്കുന്നത്, മറിച്ച് അള്ളാഹുമായിട്ടുള്ള ഹുബ്ബാൻ. എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് എനിക്ക് വെള്ളം തന്ന് തീറ്റിപ്പൊറ്റി പരിപാലിക്കുന്ന റബ്ബുമായി എനിക്കുണ്ടായിരിക്കേണ്ട ഹൃദയത്തിന്റെ ബന്ധം, അതായിരിക്കും നബിതങ്ങളോട് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇന്ന് പലപ്പോഴും നമ്മുടെ ഉമ്മത്തിന്റെ പരാജയം എവിടെയാണ്? ഹബീബ് എന്ന് പറയുമ്പോഴേക്ക്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോഴേക്ക് ഒരു വൈകാരിക തലത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല. നമ്മൾ ഒരുപാട് സുന്നത്ത് പക്ഷെ ജീവിതത്തിൽ പകർത്തും, എല്ലാ സുന്നത്തും ഉണ്ടാവും. പക്ഷെ ഹബീബ് എന്ന് പറയുമ്പോഴേക്ക് ഹൃദയത്തിൽ ഭയങ്കര സ്നേഹം വരണം. പലപ്പോഴും പല ഉത്തരേന്ത്യക്കാരും നമ്മളത്ര ഇബാദത്തൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ താടി തുപ്പയിലൊക്കെ ഭയങ്കര സജീവമായിരിക്കും. ഇപ്പൊ മരിക്കാൻ തയ്യാറാണ്, അവർ അപ്പം മരിക്കാൻ തയ്യാറാവും. നമ്മളോ എല്ലാവർക്കും സ്വർഗം വേണം. എന്നാൽ നാളെ മരിക്കുകയാണെങ്കിൽ എനിക്ക് സ്വർഗം തരാന്ന് പറയുകയാണെങ്കിലോ നമുക്ക് വേണ്ടാന്നും പറയും. അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കാൻ ആർക്കും താല്പര്യമില്ല, അള്ളാഹ്ക്ക് വേണ്ടി മരിക്കാൻ എല്ലാവരും താല്പര്യമാണ്, പുറമെ നാവ് കൊണ്ട് പറയാൻ. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഇത് റബീഉൽ അവ്വലാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുബ്ബ് വെക്കണം. അതല്ലേ സിദ്ദീഖ് തങ്ങൾ ഹുബ്ബ് വെച്ചത്, എല്ലാം സമർപ്പിച്ചു നബി തങ്ങൾക്ക് വേണ്ടി. കാരണം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ എന്താ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ് അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. എന്തൊരാദരവാണ്! നിങ്ങൾ ഒരു സദസ്സിൽ ഇരിക്കുകയാണെങ്കിൽ നബിതങ്ങളെ ശബ്ദത്തിനേക്കാൾ നിങ്ങളെ ശബ്ദം ഉയർന്നു പോയാൽ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും. അങ്ങനൊക്കെ അള്ളാഹ് പറഞ്ഞില്ലേ. നബിതങ്ങൾ നിങ്ങളെ സദസ്സിലുണ്ടെങ്കിൽ നിങ്ങളെ ശബ്ദം നബിതങ്ങളെ ശബ്ദത്തിനേക്കാൾ പൊങ്ങിപ്പോയാൽ അതുവരെ ചെയ്ത അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും. ഇപ്പൊ എത്ര മനുഷ്യൻ ആദരിക്കേണ്ടത്? നിങ്ങൾ കള്ളു കുടിച്ചാൽ അമലുകൾ പൊളിയുമെന്നൊരു ആയത്തിനും പടച്ചോൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ വ്യഭിചരിച്ചാൽ അമല് പൊളിയുമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ കള്ളു കുടിച്ചാലും 100 ആളെ കൊന്നു കഴിഞ്ഞാലും അതുവരെയുള്ള അമലുകൾ പൊളിയുമെന്ന് ഖുർആനിലുമില്ല, ഹദീസിലുമില്ല. പൊളിയൂല. ഒരാൾ കള്ളങ്ങ് കുടിച്ച മസ്തായാലും അതുവരെ ചെയ്തു പോയ അമലുകൾ പൊളിഞ്ഞു പോവുകയില്ല. 100 പെണ്ണുങ്ങളെ വ്യഭിചരിച്ചാലും അതുവരെ ചെയ്തുള്ള അമലുകൾ പൊളിഞ്ഞു പോവുകയില്ല. അവനിനി എത്ര ആളെ കൊന്നാലും എത്ര തെറ്റുകൾ ചെയ്താലും നിസ്കാരം ഒഴിവാക്കിയാലും അതുവരെ ചെയ്തു പോയ അമലുകൾ പൊളിയുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല.
മറിച്ച് നബിതങ്ങളുടെ അദബ് കേട് വന്നാൽ, നിങ്ങളെ ശബ്ദം നബിതങ്ങളെ ശബ്ദത്തിനേക്കാൾ പൊങ്ങിപ്പോയാൽ നിങ്ങൾ അമലുകൾ പൊളിഞ്ഞു പോകും. പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നബിതങ്ങളുടെ സദസ്സിലിരിക്കുമ്പോ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നബിതങ്ങളുടെ ശബ്ദത്തിനേക്കാൾ നിങ്ങളെ ശബ്ദം പൊങ്ങിപ്പോകാൻ പാടില്ല. അൻതഹബത അമാലുകും, നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും. വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് മൈനസ് മാർക്ക് വന്നു പോകും. ഇങ്ങനല്ലേ PSC ടെസ്റ്റിനൊക്കെ എല്ലാം ഓക്കെയാണ്, പക്ഷെ മൈനസ് മാർക്ക് എന്നല്ല മുഴുവനാണ് പരാജയപ്പെട്ടു. നിസ്കാരമൊക്കെ ഉണ്ട്, പക്ഷേ നബിതങ്ങളെയൊക്കെ ശബ്ദം കൂടി ഒക്കെ അങ്ങ് പൊളിഞ്ഞു പോകും. ഈ ഒരു അവസ്ഥയ്ക്ക് നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു അവസ്ഥയ്ക്ക് നമുക്ക് എത്താൻ കഴിയണം. ആ ഒരു ആദരവിന്റെ റേഷ്യോ, ആ ആദരവിന്റെ മാനദണ്ഡം എത്രയാണ്? ശബ്ദം പോലും പൊങ്ങിയാൽ നിങ്ങൾ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും. ആ ആദരവ് കൊടുക്കണം. നബിതങ്ങളെ പലപ്പോഴും ഒരു വലിയ വിപ്ലവകാരിയായി ജനങ്ങൾ പരിചയപ്പെടുത്തും. അങ്ങനല്ല കാണേണ്ടത്. ഹബീബിനെ മുഹമ്മദിയത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയണം. ഞാൻ അതിനും ഒരു ഉദാഹരണം പറയാം. ചില ആൾക്കാർക്ക് MLA-നോട് യോജിപ്പൊന്നും ഉണ്ടാവില്ല, പക്ഷെ മൂപ്പര് വേറെ പാർട്ടി ആണെങ്കിലും നമ്മളെ MLA നിലക്ക് ഞാൻ ആദരിക്കും. അതൊരു പ്രോട്ടോകോൾ ആണല്ലോ. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ്, എനിക്ക് മൂപ്പരുടെ രാഷ്ട്രീയമായി യോജിപ്പൊന്നുമില്ല, പക്ഷെ നമ്മളെ നാട്ടിൽ അതിഥിയായിട്ട് വരുമ്പോൾ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം, കാരണം പദവിനെ ബഹുമാനിക്കണം. ഈ നിലപാടല്ല നബിയോട് വേണ്ടത്. ചില ആൾക്കാർ പറയും നബി തങ്ങൾ ഇപ്പോൾ 9 പെണ്ണെട്ടിയത്, 9 കല്യാണം കഴിച്ചത്, അല്ലെങ്കിൽ 10-11 കല്യാണം കഴിച്ചത്, അതിനോടൊന്നും എനിക്കൊരു യോജിപ്പില്ല. അല്ലെങ്കിൽ നബി തങ്ങൾ ഉറങ്ങുമ്പോൾ അവിടുത്തെ വിയർപ്പൊക്കെ സ്വഹാബത്ത് കുപ്പിയിലാക്കി സൂക്ഷിക്കുമ്പോൾ അയ്യേന്നൊക്കെ അതൊക്കെ അവരെ അതിനൊക്കെ പിന്തിരിപ്പിക്കേണ്ടതല്ല. ഇതൊക്കെ എന്ത് സംസ്കാരം? അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല, പക്ഷെ നബി അല്ലേ നമ്മൾ ആദരിക്കണം എന്നൊരാളെ പറഞ്ഞാൽ അന്ന് മുതൽക്ക് അവൻ കാഫിറാണ്. കാരണം അവൻ മുഹമ്മദിയത്ത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ സിദ്ധാന്തങ്ങളെയല്ല ഇഷ്ടപ്പെടേണ്ടത്, ആശയങ്ങളെയുമല്ല, ആ വ്യക്തിത്വത്തിന് തന്നെ മഹബത്ത് വെക്കാൻ കഴിയണം. അതാണ് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ പ്രിയപ്പെട്ടവരെ ഈ ഉമ്മത്തിനെ കൈമാറിയത്. അതാണ് കൈമാറിയത്. ആ മുഹമ്മദിയത്തിനെ, ആ ദാത്രത്തിനെ ഇഷ്ടപ്പെടാൻ കഴിയണം. നമ്മൾ പറയും എനിക്ക് മൂപ്പരോട് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ MLA അല്ലേ, MP അല്ലേ, അതുകൊണ്ട് നമ്മൾ ബഹുമാനിക്കണമല്ലോ. അതേപോലെ എനിക്ക് മുഹമ്മദ് നബിയുടെ പല കാര്യങ്ങളോടും വിയോജിപ്പുണ്ട്, പക്ഷെ റസൂലല്ലേ എന്ന് എനിക്ക് പറ്റൂല. മുഹമ്മദിയത്തിനെയും ഇഷ്ടപ്പെടണം, ആ ദാത്തിനെയും ഇഷ്ടപ്പെടണം, റിസാലത്തിനെ ഒക്കെ ഇഷ്ടപ്പെടണം, പരിപൂർണ വിധേയത്വം. അപ്പൊ നമ്മൾ എന്തിനാണ് ഈ അമലുകളൊക്കെ ചെയ്യേണ്ടത്? നബിതങ്ങൾ പഠിപ്പിച്ചു. നിനക്ക് ഉമർ തങ്ങൾ ഹജറുൽ അസ്വദ് ഇങ്ങനെ മുത്തുകയാൻ ബുഖാരിയിൽ കാണാം. പരിശുദ്ധമായ കഅബാലയത്തിന്റെ മൂലയുള്ള ഹജറുൽ അസ്വദ് ഉമർ തങ്ങൾ മുത്തുകയാണ്. അപ്പൊ സ്വഹാബികൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഉമർ തങ്ങൾ പറയുന്നുണ്ട്, നിന്നെ ഞാൻ മുത്തുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിന്നെ ഞാൻ മുത്തുന്നതും നിന്നെ ഞാൻ ചുംബിക്കുന്നതും ലിമാ റഅയ്തു അന്നബിയ യുകബ്ബിറുക, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ മുത്തുന്നതും നബി തങ്ങൾ നിന്നെ ചുംബിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് കല്ലേ, അതുകൊണ്ടാണ് നിന്നെ ഞാൻ ചുംബിക്കുന്നതും മുത്തുന്നതും. അല്ലാതെ ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ ഒരു ചുക്കും നിനക്ക് കഴിയില്ല എന്ന് എനിക്കറിയാം. എന്നിട്ടും നിന്നെ ഞാൻ നാറ്റുന്നതും മുത്തുന്നതും ചുംബിക്കുന്നതും ഹബീബിന്റെ ചുണ്ട് നിന്നിൽ വെച്ച് ചുംബിക്കുന്നത് ഞാൻ കണ്ടുപോയത് കൊണ്ടാണ്. ഇതിനാണ് ഇത്തിബാ എന്ന് പറയുന്നത്. നമ്മുടെ മുൻഗാമികൾ വേറൊരു അർത്ഥമല്ല. എന്റെ നബിതങ്ങൾ നിന്നെ ചുംബിക്കുന്നത് കണ്ടു, അതുകൊണ്ട് നമ്മളും ചുംബിക്കുന്നു. അത് കല്ലുപൂജ അല്ല. അപ്പൊ ചില ആൾക്കാർക്ക് ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ ചിന്തിക്കും, എന്താ അറിയോ, ഇതിപ്പോ ഈ നബിദിനാലി എന്നൊക്കെ പറഞ്ഞാല് ശ്രീകൃഷ്ണ ജയന്തി പോലെയാണ്. അങ്ങനെ തന്നെയാണ്. എന്താ ഇപ്പൊ ഇതൊക്കെ അവസ്ഥ? അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ പിന്നെ യാത്ര ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ്. എന്നാ അങ്ങനെ ചിന്തിക്കാൻ ആദ്യം എതിർക്കേണ്ടത് എന്താ? സഫാ മറവയാണ്. കാരണം മുസ്ലിമീങ്ങൾ സഫാ മറവയിൽ സഹായ ചെയ്യാൻ മടിച്ചുപോയി. കാരണം സഫ ഒരു ബിംബമായിരുന്നു, മർവയും ഒരു ബിംബമായിരുന്നു. അവർക്ക് സഫയിൽ ഇസാഫ് എന്ന് പറയുന്ന ബിംബമുണ്ടായിരുന്നു, മർവയിൽ നായില എന്ന ബിംബമുണ്ടായിരുന്നു. രണ്ടും രണ്ട് വലിയ കല്ലായിരുന്ന ബിംബമായിരുന്നു. അവർ ആ ബിംബത്തെ തൊട്ടുമുത്തും ചുംബിക്കും, അതിനെ വന്ദനിക്കും. അതിനു ചുറ്റും അവരിങ്ങനെ വലിയ പറക്കത്തെടുത്തുകൊണ്ട് ആ ദുഷിച്ച ജാഹിലിയത്തിന്റെ അന്ധവിശ്വാസമായിരുന്നു സഫയിലും മർവയിലും മുത്തും അവര്. കാരണം രണ്ടു കാലത്തും ബിംബുണ്ട്. സഫയിലുള്ളത് ഇസാഫ്, മർവയിലുള്ളത് നായില, രണ്ടും ബിംബങ്ങളാണ്. അവര് ഹജ്ജ് ഉംറയും വന്നപ്പോ മുസ്ലിമീങ്ങൾക്ക് തന്നെ അവിടെ തവാഫ് ചെയ്യുന്നൊരു പേടി. ഇതൊക്കെ ഹിന്ദുക്കൾ ആചാരല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ മക്കാ മുശ്രിക്കീങ്ങൾ ആചാരല്ലേ, ഒരു ബിംബത്തിന് പിന്നെ ചുറ്റിയത് ഇനി സഫയിലും മർവയിലും. അപ്പൊ അല്ലാഹ് ആയത്തിറക്കി. അതാണ് ഖുർആനിലുള്ളത്, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. ഇത് ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ അമുസ്ലിമീങ്ങളെ മുശ്രിക്കീങ്ങളുടെ ചിഹ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടു നിൽക്കാൻ പാടില്ല. സഫയും മർവയും ആദ്യം അവിടെ ബിംബങ്ങളായിരുന്നു, നിങ്ങൾ ആരാധിച്ചിരുന്ന കല്ലുകളായിരുന്നു. എന്നാലും ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്,
സഫയും മർവയും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാണ്, അല്ലാഹുവിന്റെ ഷിആറുകളാണ്. അതുകൊണ്ട് ഫമൻ ഹജ്ജ ബിഇതമറ, ആരെങ്കിലും ഹജ്ജോ ഉംറയോ നിർവഹിക്കുമ്പോ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ, സഫയും മർവയും നടക്കലും സഫയിൽ നിന്ന് മർവയിലേക്ക് മർവയിൽ നിന്ന് സഫയിലേക്ക് പോകലും തെറ്റല്ല, കുറ്റമല്ല, നല്ലതാണ്, ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾ മറ്റുള്ള ആചാരങ്ങൾ വിട്ടുക്കരുത്. ആയത്തിറങ്ങി ഫലാ, ഇന്നവിടെ അത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഖുർആൻ ആയത്ത്, ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ. എന്താ കാരണം? അല്ലാഹ് ഷിആറാക്കി, അപ്പൊ അത് ചെയ്യണം. അപ്പൊ നമുക്ക് പലപ്പോഴും അങ്ങനെ ചിന്തിക്കണം, കഅബ തവാഫ് ചെയ്യാൻ പാടില്ല, ഹിന്ദുക്കൾ അമ്പലം ചുറ്റുന്ന പോലല്ലേ. സംസം വെള്ളം ഹിന്ദുക്കൾ ഗംഗാ സ്നാനം, ഗംഗാജലം ബഹുമാനിക്കണ പോലെ സംസം വെള്ളത്തിന്റെ ബഹുമാനിക്കുന്നത്. അല്ലെങ്കിൽ പൂനൂർ ഹിന്ദുക്കൾ ധരിക്കണ മാതിരി എന്തിനാണ് ഹജ്ജിനും ഉംറയും കീറാൻ ചെയ്താല് ആ പ്രത്യേക ഒരു വേഷം ഇങ്ങനൊക്കെ എതിർക്കാലോ? അതൊന്നും അല്ല വിഷയം. നമുക്ക് അല്ലാഹു റസൂലും പറഞ്ഞു, അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, മഹബത്ത് വെക്കുക, കാട്ടിക്കൂട്ടലല്ല വേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഈ ഒച്ചപ്പാടുകളല്ല വിഷയം, കാഴ്ചപ്പാടുകളാണ് നമുക്ക് വേണ്ടത്. ഹബീബായ മുത്തുനബി തങ്ങളെ മഹബത്ത് വെക്കും. റബീഉൽ അവ്വലിലാണ് സ്വന്തം ഉമർ തങ്ങൾ ഒരിക്കൽ നബി തങ്ങളോട് പറഞ്ഞു, നബി എനിക്ക് എന്റെ നഫ്സ് കഴിഞ്ഞാൽ നിങ്ങളോടാ ഇഷ്ടം, എന്റെ ശരീരങ്ങളിൽ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളോടാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇജ്ജ് മൂമിനല്ല ഉമറെ, നീ മൂമിനായിട്ടില്ല, നിന്റെ ഈമാൻ പൂർണ്ണമായിട്ടില്ല. അപ്പോൾ അദ്ദേഹം വേഗം തന്നെ മനോഗതം ചെയ്തു, വേഗം മാറ്റി, മെന്റാലിറ്റി മാറ്റി, എന്നെ മാറ്റി പറഞ്ഞു, എന്റെ നബി ഞാൻ മാറ്റി, എനിക്കെന്റെ നഫ്സിനേക്കാളും സ്നേഹം നിങ്ങളോടാണ്, എന്റെ നഫ്സിനേക്കാളും ഇഷ്ടം നിങ്ങളോടാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അൽ ആൻ, ഇപ്പൊ നിന്റെ ഈമാൻ പൂർണ്ണമായിട്ടുണ്ട് ഉമറേ, ഇതുവരെ നിന്റെ ശരീരം കഴിഞ്ഞിട്ടേ നിനക്ക് ഞാൻ ഉണ്ടായിരുന്നുള്ളൂ, ഇനി മുതൽ എനിക്ക് നിന്റെ നഫ്സിനേക്കാളും ഞാനാണല്ലോ ഇഷ്ടപ്പെട്ടത്, ഇപ്പൊ നിന്റെ ഈമാൻ പൂർണ്ണമായി എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ അവസ്ഥയിലേക്ക് മക്കളെ കൊണ്ടുവരാൻ കഴിയണം. നമ്മളമ്മാനേക്ക് ബാപ്പാളെ നമ്മൾക്ക് തൊള്ളോണ്ട് പറയാൻ സുഖമാണ്, പക്ഷെ ഹൃദയത്തിലുണ്ടോ ചിന്തിച്ചു നോക്കി സുന്നത്തുകളോട് വെറുപ്പ്, മഹബത്തിന്. ഇപ്പൊ നിങ്ങളെ പറ്റി ഒരുപാട് കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ, ഒരു ഡിസ്റ്റർബ്, എന്താ അങ്ങനെയൊക്കെ പറയണത്? മഹബത്തില്ല, കർമ്മങ്ങളുണ്ട്. ഞാനടക്കം ചിന്തിക്കുക, കർമ്മങ്ങളല്ല വിഷയം, സ്നേഹമാണ്. പുതിയാപ്പിള ഗൾഫിൽ നിന്ന് ഇങ്ങനെ പൈസ അയച്ചു കൊടുക്കും, നമുക്ക് പൈസ വേണ്ടത്. മൊബൈൽ ഐഫോണിന്റെ 10 പുതിയ വേർഷൻ എല്ലാ മൊബൈലും കൊടുക്കും, വണ്ടി കൊടുക്കും, കാറ് കൊടുക്കും, ഒക്കെ കൊടുക്കും. അവളുടെ കൂടെ നിന്ന് സ്നേഹം കൊടുക്കണില്ല. സ്നേഹമാണ് വേണ്ടത്. അള്ളാഹ്ക്കും വേണ്ടത് സ്നേഹവും മഹബത്തും തന്നെയാണ്. സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തേച്ചു പോയാൽ പെട്രോൾ ഒഴിച്ച് കൊല്ലണ കണ്ടില്ല കാമുകന്മാര്. അത്രയും പ്രണയിച്ച് പ്രേമിച്ചൊരു പെണ്ണിനെ സ്നേഹിച്ച് ഓക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഓൾ ഇവനെ തേച്ച് വേറത്തിന്റെ കൂടെ പോയാൽ പ്രണയ നൈരാശ്യം കൊണ്ട് ഓനെ പെട്രോൾ ഒഴിച്ച് കൊല്ലൂല. എത്ര കാണാറുണ്ട്. ആലപ്പുഴയിൽ പോലീസുകാരൻ തന്നെ കാമുകയെ പെട്രോൾ ഒഴിച്ചു കൊന്നു. പോലീസുകാരനാ പോയി, പ്രേമത്തിന് എന്ത് പോലീസ്, എന്ത് പട്ടാളം, അതൊരു അങ്ങനെയാണ്, കയ്യും മൂക്കൂല്ല എന്നല്ലേ. എന്താ അത്? സ്നേഹമാണ് ഒരർത്ഥത്തിൽ. സ്നേഹം സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഈ പെണ്ണിനെ കിട്ടുകയെന്ന് കണ്ടാൽ കൊന്നുകളയും. അത് മനുഷ്യനെ അതിനെ നരകം. അള്ളാഹു മനുഷ്യനെ സ്നേഹിച്ചു, തീറ്റയും വെള്ളവും കൊടുത്ത് വായും കൊടുത്ത് അള്ളാനെ മറന്നിട്ട് ഒരാൾ ഇസ്ലാം എന്ന് പുറത്തു പോയാൽ അതിനാണ് നരകം എന്ന് പറയുന്നത്. എന്നാ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തും കൊടുക്കും, അതാണ് സ്വർഗം. അതാണ് സ്വർഗം. ഇഷ്ടപ്പെട്ടില്ലേ, പഞ്ചിച്ചോ ചതിച്ചോ ഇല്ലാതാക്കും. നിങ്ങൾ എത്ര കാണാറുണ്ട്, തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു, ഓളെ കൊന്നിട്ട് ഇവനും കൊല്ലപ്പെട്ടു. ഇത് തന്നെയാണ് നരകം. ഇതൊക്കെ സ്നേഹമാണ്. ഇസ്ലാം ആ സ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് പോകണം. ഈ ഇസ്ലാം എന്ന അള്ളാഹുവിനെ അനുഭവിക്കുക എന്ന അനുഭവിച്ചറിയേണ്ടതിന് പകരം ബുദ്ധിപരമായ ചർച്ചയിലേക്ക് നമ്മൾ ഇന്ന് ഇസ്ലാമിനെ കൊണ്ടുപോയി. അതാണ് പ്രശ്നം. അതുകൊണ്ട് പ്രിയപ്പെട്ട അള്ളാഹുവും റസൂലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ് ഈമാൻ. അപ്പൊ പിന്നെ പ്രശ്നമല്ല. അപ്പൊ പിന്നെ ആയുധം വേണ്ടല്ലോ. മരിക്കാൻ എന്തിനാ ആയുധം? എന്തിനാ പലസ്തീനികൾക്ക് ആയുധം? ജീവിക്കാനല്ലേ ആയുധം വേണ്ടു? ജീവിക്കാനല്ലേ വാളും പരിചയും ബോംബും ഇതൊക്കെ ജീവിക്കാനാ വേണ്ടു. മരിക്കുന്നവർക്ക് എന്തിനാ ആയുധം? പലസ്തീൻക്ക് ഒരു ആയുധത്തിന്റെ ആവശ്യമില്ല. കാരണം ഒരു ആഗ്രഹം തന്നെ ജീവിക്കാനല്ല, പിന്നെന്തിനാ ആയുധം? ഈമാനുള്ള ആളുകൾക്ക് അവർ പിന്നെ വേറൊന്നും നോക്കൂല. സ്നേഹമുണ്ടോ ധൈര്യം ഉണ്ടാകും. ഞാനൊരു ഉദാഹരണം പറയാം. നമുക്ക് തീരെ ധൈര്യമൊന്നുമില്ല, തീരെ ആവതുമില്ല, ശക്തിയൊന്നുമില്ല. പക്ഷെ നമുക്ക് ഉമ്മാനെ ഭയങ്കര സ്നേഹമാണ്. നമ്മൾ പുറേക്കാണ്ട് ചെല്ലുമ്പോണ്ട് ഉമ്മാനെ ഏതോ അക്രമം വീട്ടിലേക്ക് ഇടിച്ചു കയറി ഉമ്മാനെ മർദ്ദിക്കാണ്. അപ്പൊ നമ്മൾ ഉടൻ വീട്ടിലേക്ക് കയറിയിട്ട് അക്രമിയോട് നേരിടും. അക്രമിയെ നമ്മൾ മല്ലിട്ട് കൊണ്ട് അവനെ നമ്മൾ അക്രമിക്കും, പ്രതിരോധിക്കും. അപ്പൊ നമുക്ക് അതുവരെ അത് ധൈര്യം കൊണ്ടല്ല, അത് സ്നേഹം കൊണ്ടാണ്. നമുക്ക് ധൈര്യമില്ല, ശക്തിയില്ല, ഒന്നുമില്ല. പക്ഷെ അവനാന്റെ ഉമ്മാനെ ഒരാൾ ആക്രമിക്കുന്നത് കണ്ടാൽ വീട്ടുകാരുടെ അക്രമിയെ നമ്മൾ തള്ളിടും, ആ അക്രമി അറ്റാക്ക് ചെയ്യും. അത് ധൈര്യമല്ല, അത് സ്നേഹമാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, എന്ത്? ധൈര്യം ഈസ് ടു സ്നേഹം. സ്നേഹം ഉണ്ടോ അത് ധൈര്യം ഉണ്ടാവും. ഇത് ധൈര്യമല്ല, സ്നേഹമാണ്. ഇതുപോലെ ആരോഗ്യമില്ലെങ്കിൽ മുത്തരവിധങ്ങൾക്കും ഇസ്ലാമിനുമെതിരെ എന്ത് വന്നാലും അത് പ്രതിരോധിക്കൽ ആവതും ആർജവും നോക്കിയിട്ടല്ല, അത് സ്നേഹമാണ്. അവനാന്റെ ബാപ്പാനെ മർദ്ദിക്കുന്നത് കണ്ടാൽ ആരാണെങ്കിലും പ്രതിരോധിക്കും, തടുക്കും. എനിക്ക് ധൈര്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കൂല. കാരണം അവിടുത്തെ ധൈര്യം സ്നേഹമാണ്. ഇസ്ലാമിൽ അള്ളാഹുവിനോട് ഹബീബിനോടുള്ള സ്നേഹമാണ് ധൈര്യവും. അത് തന്നെയാണ് ജിഹാദും.
അതുകൊണ്ട് പ്രിയപ്പെട്ട റബീഉൽ അവ്വലിൽ കേവലം കാട്ടിക്കൂട്ടലുകളല്ല നമ്മൾ നോക്കേണ്ടത്. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അള്ളാഹുവിനോടും ഹബീബിനോടും മഹബത്ത് വരണം. അത് നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. നിങ്ങളുടെ ഉമ്മാനേക്കാളും ബാപ്പാനേക്കാളും ഒക്കെ എന്നോട് സ്നേഹം ഉണ്ടെങ്കിലേ നിങ്ങൾ മുഅ്മിനാവുള്ളൂ. അത് നമ്മളെ മുമ്പ് കാലത്ത് കഴിഞ്ഞു പോയതൊന്നുമല്ല, സ്വഹാബികളത് മാത്രമല്ല, നമ്മളെ കാലത്ത് പോലും. ഞാനിപ്പോ ഇവിടെ നിങ്ങളെ കേൾപ്പിച്ചത് വെളിയങ്കോട്ടുകാരനായ ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ല നികുതി നിഷേധ പ്രസ്ഥാനവുമായി സന്ധിയില്ല സമരം ചെയ്ത വെളിയങ്കോട് ഉമർ ഖാളി ബ്രിട്ടീഷുകാർ ജയിലിലടച്ചു. എല്ലാവർക്കും അറിയാം, അദ്ദേഹം വലിയ സമര സേനാനിയായിരുന്നു. അദ്ദേഹം മദീനത്ത് ചെന്ന് പാടിയ പാട്ടാണ്, ആ മഹബത്ത് കൊണ്ട് കരഞ്ഞുകൊണ്ട് പാടിയത്. എല്ലാവർക്കും പ്രസിദ്ധ സല്ലല്ലാഹു നബി തങ്ങൾ റൗദയിൽ ചെന്ന് കരഞ്ഞുകൊണ്ട് പറയാൻ, യാ കറമൽ ഖുറമാ അലാ അതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലി ജനാബികും. ഉമർ ഖാളി വെളിയങ്കോട് ഉമർ മുത്തനബി തങ്ങളെ മദീനത്ത് ചെന്ന് പറയുകയാണ്, യാ കറമൽ ഖുറമാ അലാ അതാബികും, നബിയേ, ലോകത്തെ ഏറ്റവും വലിയ മാന്യനായ നബിയെ, നിങ്ങളുടെ മുമ്പിലുള്ള ഒന്നിനും കൊള്ളാത്ത പാപിയായ ദോഷിയായ ഈ വെളിയങ്കോട്ട ഉമറാണ്. അതുകൊണ്ട് അറബി ബൈത്ത് ഇങ്ങനെ പാടി ആ പ്രണയത്തിന്റെ കവിതകൾ നബിതങ്ങൾക്ക് മുമ്പിൽ പാടി പാടി കരഞ്ഞ് കരഞ്ഞ് കണ്ണീരൊലിക്കാൻ ഒരുപാട് പ്രണയിതാക്കൾ നബിതങ്ങൾ റൗദയിൽ ചെന്ന് പറഞ്ഞ് കരഞ്ഞ് പാടിയ പാട്ടുകൾ ഇന്നും ഈ ദിവസവും റൗദയുടെ ചുമരിൽ സൗദി സർക്കാർ എഴുതി വെച്ചിട്ടുണ്ട്. ഉമർ ഖാളി പിന്നെയും പാടാ, മജഫദമുൻ സാലമിൻ ഐനൈനി ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി. നബിയെ, നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഞാൻ കരയുമ്പോ എന്റെ കണ്ണീര് പറ്റുന്നില്ല. മജഫദമുൻ സാലമിൻ ഐനൈനി, എന്റെ രണ്ട് കണ്ണിൽ നിന്ന് കണ്ണീര് വന്നത് നബിയെ നിർത്താൻ കഴിയുന്നില്ല. ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി, എന്റെ കവിൾത്തടങ്ങളിലൂടെ കണ്ണീര് ധാരധാര ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അങ്ങയോടുള്ള മഹബത്ത് കൊണ്ട് ഒലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ മഹബത്ത് എന്താണ്? അതുകൊണ്ട് കുട്ടികൾക്ക് ഈ മഹബത്ത് നമ്മൾ ചെറുപ്പത്തിലെ ഇൻജക്ഷൻ ചെയ്ത് കൊടുക്കും. നമ്മക്കൊണ്ടാണ് മഹബത്ത്, നമ്മൾ തലമുറകളിലേക്ക് ഈ മഹബത്ത് കൈമാറണം. അതിനാണ് ഈ നബിദിന പരിപാടികളൊക്കെ. അതല്ലാതെ അത് അള്ളി റസൂലും പഠിപ്പിച്ചതോ സ്വഹാബത്ത് പഠിപ്പിച്ചതോ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാം നൂറ്റാണ്ടിലെ മഹാന്മാർ പഠിപ്പിച്ച പ്രത്യേക ഇബാദത്തും സുന്നത്തും ഒരു കോപ്പുമല്ല ഈ നബിദിനും ജന്മദിനും ഈ നബിദിനാഘോഷവും. അങ്ങനെ സുന്നി പണ്ഡിതന്മാർ പറയണില്ല. അതങ്ങനെ മനസ്സിലാക്കുക. അത് ഇസ്ലാമിന്റെ ഭാഗമായിട്ടോ ഒന്നും അല്ല, അതൊരു ഭൗതികമായ നമ്മുടെ സംവിധാനമാണ്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സംവിധാനങ്ങളൊക്കെ അത് ഇന്ന് സ്വാതന്ത്ര്യദിനം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സന്ദേശം കൊടുക്കണം. റബീഉൽ അവ്വൽ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സന്ദേശം കൊടുക്കണം. അത് പ്രത്യേകമായ ഒരു സുന്നത്തോ അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 11 ഇല്ലാത്തൊരു പ്രത്യേകത പുണ്യൊന്നും റബീഉൽ അവ്വൽ ഒരു ചുക്കുമില്ല. അതുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയണില്ല. അത് മനസ്സിലാക്കിയിട്ട് ആ ബേസിക് മനസ്സിലാക്കിയിട്ട് വേണം മഹബത്ത് കുട്ടികൾക്ക് കൊടുക്കാൻ. നിബിധങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടേക്കുക. നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് നല്ല മധുഹിന്റെ ഗീതങ്ങളെ കുട്ടികളിലേക്ക് ആകർഷിക്കുക. കള്ളുകൂടി എപ്പോഴും ശീലിച്ചാൽ കള്ളുകൂടി നിർത്തിയാൽ ഒരു തരിപ്പൊക്കെ കിട്ടണമെങ്കിൽ സവനപ്പൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ സവനപ്പൊക്കെ കുടിച്ചോട്ടെ. ഈ കണ്ട സിനിമാ പാട്ടുമായിട്ട് നടന്ന ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും ഒന്ന് ആസ്വദിക്കാൻ ഒരു മധുഗീതെങ്കിലും ആയിക്കോട്ടെ, പ്രവാചകനെ പറ്റിയുള്ള മധുപാട്ടുകളെങ്കിലും ആവട്ടെ. ആ വാതിലുകളൊക്കെ കൊട്ടിയടച്ച് ഒരു വരണ്ട ഉണങ്ങിയ ഇസ്ലാമിലേക്ക് നമ്മൾ പോവരുത്. അള്ളാഹുവിന്റെ മുത്തുനിബിതങ്ങളെ നോക്കി സ്വഹാബത്ത് പാട്ട് പാടിയ ബുഖാരിയിലുണ്ട്. നബിതങ്ങളെ പറ്റി അങ്ങ് പാടിയപ്പോൾ നബിതങ്ങൾ ഇതേപോലെ മിമ്പർ അപ്പുറത്ത് പാട്ട് പാടാണ്ടാക്കി കൊടുത്തു. നമ്മളെ പള്ളിയിൽ ഒരു മൂന്നുകാര് പാട്ട് പാടി എന്താ ആൾക്കാരാ അസ്ലാവ് ഭയങ്കര തെറ്റായിട്ട് നാടന്മാർ കാണുക. നബിതങ്ങളെ പറ്റി ഇങ്ങനെ പാട്ട് പാടിയപ്പോൾ നബിതങ്ങൾ വേറെ മിമ്പർ ഉണ്ടാക്കി കൊടുത്തു, അവിടുന്ന് കയറി പാടിക്കോന്ന്. അങ്ങനെ ഒരു സുഹാബി പാടിയ പാട്ടാണ് എന്ത്? നബിയെ വജ്മല മിൻ കാലം തറകത്തു ഐനി വഹസന മിൻ കാലം തലിദിൻ നിസാഉ. നിങ്ങളെ പോലെ കണ്ണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സുന്ദരന് ഒരു പെണ്ണും ഇതുവരെ പറ്റിയിട്ടില്ല നബിയെ. നിങ്ങളെക്കാൾ മനോഹരനായ സുന്ദരനായ ഒരാളെ എന്റെ രണ്ട് കണ്ണും ഇതുവരെ കണ്ടിട്ടുമില്ല. നിങ്ങൾ എഴുതി പടച്ചോൻ അപേക്ഷ കൊടുത്ത പോലെയുണ്ട്. ഖുലിഖത മുബറൻ മിൻ കുല്ലി ഐബി കന്നമാ ഖദ് ഖുലിഖത കമാ തശാഉ. ഒരു ന്യൂനത ഇല്ലാതെ അങ്ങ് പറഞ്ഞല്ലോ. പ്രസവിക്കപ്പെടുമ്പോൾ തന്നെ ചേരാകർമ്മം ചെയ്യപ്പെട്ടു. ഒരു ന്യൂനത ഇല്ലാതെ പറഞ്ഞല്ലോ. പേറ്റിച്ചാൽ പറയുന്നുണ്ട് ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ എന്തൊക്കെ വേസ്റ്റ് വരും, ഒന്നും വന്നിട്ടില്ല, സുഗന്ധമായിരുന്നു. നിങ്ങൾ അള്ളാഹ്ക്ക് അപേക്ഷ കൊടുത്തിട്ട് പ്രസവിക്കപ്പെട്ട പോലെ ഉണ്ടല്ലോ. നബിതങ്ങളെ നോക്കി പാട്ട് പാടിയതാ. ഇതാണ് നമ്മുടെ ചരിത്രം. പാട്ടും കവിതകളും ഗീതങ്ങളും സംഗീതങ്ങളും ഹബീബിന് വേണ്ടിയാവണം. ഹറാമായത് ഒഴിവാക്കിയിട്ട് ആ മഹബത്തിന്റെ തലങ്ങളിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരാൻ കഴിയണം. മഹബത്താണ് വരുന്നത്. സ്വഹാബികൾ സ്നേഹിച്ചത് ഒരൊറ്റ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുക. ബഹുമാനപ്പെട്ട ത്വൽഹ ഇബ്നുൽ അറ ഭയങ്കര പ്രേമ നബിതങ്ങളെ, ഭയങ്കര സ്നേഹ.
അദ്ദേഹം നബിതങ്ങളോട് പറഞ്ഞു, 15 വയസ്സാകുമ്പോൾ നബിതങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, ഉറപ്പാണോ ചോദിച്ചു. ഉറപ്പാണ്. എന്നാ എന്റെ ബാപ്പാന്റെ തലർത്തിട്ട് വാ. ത്വൽഹത്ത് ഇബ്നു ബറാഅ പറയാം, നബി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. ഉറപ്പാണോ? ഉറപ്പാ നബി. എന്നാ എന്റെ തന്ത അവിടെ എന്റെ ബാപ്പന്റെ തലർത്തിട്ട് വാ. വേഗം ഊരിപ്പിടിച്ച വാളുമായി സ്വന്തം ബാപ്പാനെ തലറക്കാൻ പോവാൻ. നബി നിങ്ങൾ പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, ഞാൻ അങ്ങനെ ബാപ്പാനെ കൊല്ലാനും തല്ലാനും അയക്കപ്പെട്ട പ്രവാചകനല്ല, ഞാൻ നിന്നെ നോക്കിയതാണ്, നീ എന്നെ സ്നേഹിക്കുന്നവൻ തന്നെ. ഇതാ സംഭവം. അത്ര നബിതങ്ങളെ സ്നേഹിച്ച ത്വൽഹത്ത് പിന്നെ കുറെ കാലം കഴിഞ്ഞ് അദ്ദേഹം സുഖമില്ലാതെ കിടപ്പിലായപ്പോ നബിതങ്ങൾ രോഗം കാണാൻ വരുന്നുണ്ട്. ത്വൽഹത്ത് രോഗം കാണാൻ, രോഗസന്ദർശനത്തിന് വരുന്നുണ്ട്. സുഖമില്ലാതെ കിടക്കുന്ന ത്വൽഹത്തിന്റെ രോഗം നബിതങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ത്വൽഹത്തിനെ സ്നേഹത്തോടെ തലോടിയിട്ട് സന്ദർശിച്ചുകൊണ്ട് പോകാൻ നേരത്ത് നബിതങ്ങൾ ഈ ത്വൽഹത്തിന്റെ ഗുരുതരമായ രോഗം കണ്ടിട്ട് ത്വൽഹത്തിന്റെ കുടുംബക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വകാര്യം പറഞ്ഞു. കുടുംബക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി മിക്കവാറും ത്വൽഹത്ത് അല്ലാഹുവിലേക്ക് യാത്രയാകാൻ സാധ്യതയുണ്ട്. സുബഹിക്ക് മുമ്പായി ത്വൽഹത്ത് നമ്മെ വിട പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ത്വൽഹത്ത് വിട പറഞ്ഞാൽ ആദിനൂനി നിങ്ങൾ എന്നോട് അറിയിക്കണം, എനിക്ക് ത്വൽഹത്തിന്റെ ജനാസയിലേക്ക് വരണം, എന്റെ ത്വൽഹ മരിച്ചാൽ എന്നോട് വിവരം പറയണട്ടോ എന്ന് കുടുംബത്തിനോട് നബിതങ്ങൾ ഉപദേശം കൊടുത്ത് നിർദ്ദേശം കൊടുത്ത് നബിതങ്ങൾ ത്വൽഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോവാൻ. ഇത് ത്വൽഹക്ക് അറിഞ്ഞു. ത്വൽഹ നബിതങ്ങൾ ഇറങ്ങിപ്പോയപ്പോ കുടുംബക്കാരെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല എന്താ റസൂൽ നിങ്ങളോട് പറഞ്ഞത്? എന്താ പറഞ്ഞത്? അവർ പറഞ്ഞു, ത്വൽഹ ഒന്നുമല്ല, റസൂല് പറഞ്ഞത് നീ വഫാത്താകുകയാണെങ്കിൽ, നീ മരണപ്പെടുകയാണെങ്കിൽ നബിതങ്ങളെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, നബിതങ്ങൾക്കൊന്ന് വരാനാണ്. അവസാനം മരിക്കാൻ സമയത്ത് ത്വൽഹത്ത് കരഞ്ഞുകൊണ്ട് കുടുംബക്കാരോട് പറഞ്ഞു, ഞാൻ ഇന്ന് മരിക്കും, പക്ഷേ ഒരിക്കലും എന്റെ നബിയോട് അറിയിക്കരുത്. ഞാൻ മരിച്ചാൽ എന്റെ മരണവിവരം ഒരിക്കലും നബിതങ്ങളോട് പറയരുത്. കാരണം എന്റെ മുത്തുനബിതങ്ങളുടെ വഴികൾ, നബിതങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴികൾ ദുർഘട വഴികളാണ്. എന്റെ ഹബീബിന്റെ കാൽപാദങ്ങൾക്ക് ക്ഷതമേൽക്കാൻ പാടില്ല, എന്റെ ഹബീബിന് മുറിവേൽക്കാൻ പാടില്ല. ശത്രുക്കളൊക്കെയുള്ള ജൂതന്മാരും ഇസ്ലാമിന് ശത്രുക്കളുമുള്ള മേഖലയാണ്. പാതിരാത്രി ഞാൻ മരിച്ചു എന്ന വിവരം കിട്ടിയാൽ നബിതങ്ങൾ നിക്കപ്പുറതിയില്ലാതെ സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് ഓടി വരും. ശത്രുക്കൾ ഒരു പക്ഷേ നബിതങ്ങൾ അപായപ്പെടുത്തിയേക്കാം. വല്ലാഹി നിങ്ങൾ ഒരിക്കലും ഞാൻ മരിച്ചാൽ നബിതങ്ങളോട് പറയരുതിട്ടോ എന്ന് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നേക്കുമായി ത്വൽഹ കണ്ണടച്ചു. അന്ത്യശ്വാസം മരിച്ചു, ചക്രശ്വാസം മരിച്ചു. കുടുംബക്കാർ ത്വൽഹത്തിന്റെ വസിയ്യത്ത് നടപ്പിലാക്കി. നബിതങ്ങളോട് മരണവിവരം പറഞ്ഞില്ല. നേരം പുലർന്നു, സൂര്യൻ പൊട്ടി വിടർന്നു. നബിതങ്ങൾ അന്വേഷിച്ചു, എന്റെ ത്വൽഹാന്റെ അവസ്ഥ എന്താ? കുടുംബം പറഞ്ഞു, നബിയെ ത്വൽഹ അല്ലാഹുവിലേക്ക് യാത്രയായി, ഞങ്ങൾ ത്വൽഹാനെ മറവ് ചെയ്തു. നബിതങ്ങൾ കരഞ്ഞുകൊണ്ട് 2 കൈകളും നീട്ടി റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മൽക ത്വൽഹ, അല്ലാഹുമ്മൽക ത്വൽഹ വഹുവ യൽഹഖു ഇലൈ വഹുവ അൻത ത്വൽഹഖു ഇലൈ. പടച്ചോൻ എന്റെ ത്വൽഹാനെ നീ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കണേ തമ്പുരാനെ. എന്റെ ത്വൽഹ നിന്നെ കാണുമ്പോൾ ത്വൽഹയും ചിരിക്കണം, ത്വൽഹാനെ സ്വീകരിക്കുമ്പോൾ നീയും ചിരിക്കണം തമ്പുരാനെ. ഇതാണ് പ്രവാചക സ്നേഹം. നമ്മൾ സുഖമില്ലാതെ കിടക്കുന്ന ഉസ്താദാണെങ്കിലും തങ്ങളാണെങ്കിലും എന്റെ കുടിരിക്കലിന് വന്നേ പറ്റൂ. മൂപ്പർക്ക് ഇടങ്ങാറാണെങ്കിലും നീച്ചാൻ കജൂരെങ്കിലും പിടിച്ചുകൊണ്ടുവരും. ഇത് നമ്മുടെ സ്നേഹം. എന്നാൽ നോക്കണം, മുത്തുനബിതങ്ങൾ എന്റെ മയ്യത്തിൽ പോലും പങ്കെടുക്കരുത് എന്ന് പറഞ്ഞതും അതും സ്നേഹം. ഈ ലോകത്തെ ഏറ്റവും വലുത് സ്നേഹം തന്നെയാണ്. സ്നേഹമാണ് അഖില സാഗരമൊഴിയിൽ എന്നുള്ളൂര് പറഞ്ഞത്. സ്നേഹം തന്നെയാണ് ലോകത്തിന്റെ ഏറ്റവും വലുത്. സ്നേഹ പ്രപഞ്ചമാണ്. ഈ റബീഉൽ അവ്വലെങ്കിലും ആ സ്നേഹ പ്രപഞ്ചത്തിനെ പറ്റി പഠിക്കാനും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ആ ഹബീബിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയണം. ഞാൻ പറഞ്ഞല്ലോ, മദീനയിലെ മണലുകളെ പോലെ യോജിപ്പില്ലാതെ നിന്നിരുന്നത് അവരെ ഒറ്റക്കെട്ടാക്കി. ഇന്ന് മുസ്ലിം ഉമ്മത്തിന് വേണ്ടത് ഈ ഒറ്റക്കെട്ടായി നിൽക്കലാണ്. ആസാമിലും അതുപോലെ ഉത്തരേന്ത്യയിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഗുരുതരം തന്നെയാണ്. ഒരു മതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ഇനി ഭൂമി വിൽക്കാൻ പാടുള്ളൂ. ആസാമിന് നിയമം കൊണ്ടുവരാം. കാരണം മുസ്ലിംകളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയതാ. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക. ഒറ്റക്ക് ഇങ്ങനെ പോകണം. നായിനെ കല്ലെറിഞ്ഞാൽ നായ ഓടും. പക്ഷേ തേനീച്ച കൂട്ടത്തിനെ കല്ലെറിയാൻ കഴിയില്ല. കൂട്ടമായി ആക്രമിക്കും. ഒരാളും തേനീച്ച കൂട്ടത്തിലേക്ക് കല്ലെറിയില്ല. തേനീച്ച നിസ്സാരമാണ്, ഊതിയാ പറക്കും. നായ ഒരു പക്ഷേ തേനീച്ചയെ സംബന്ധിച്ചിടത്തോളം നായ നല്ല ജീവിയാണ്. തടിയും വെൽപ്പൊക്കെ ഉണ്ട്, തേനീച്ചനേക്കാളും വെൽപ്പുണ്ട്. പക്ഷെ ആർക്കും കല്ലെറിയാം. കാരണം നായ ഒറ്റക്കാണ്. തേനീച്ച കൂട്ടിലേക്ക് കല്ലെറിയാൻ പേടിയാണ്. അത് കൂട്ടമാണ്. എപ്പോഴും കൂട്ടമായി നിൽക്കുക. അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ കൂട്ടമായി നിൽക്കണം എന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളുടെ സുന്നത്തിലേക്ക് മടങ്ങുക. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.